നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട വിഷയം. ഇതുവരെ 74.35% പോളിംഗ് രേഖപ്പെടുത്തിയത്. പ്രതീക്ഷിച്ച രീതിയിൽ പോളിംഗ് നടന്നുവെന്ന വിലയിരുത്തൽ ഇരുമുന്നണികളുടെയും വിജയപ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത്. CPIM സാധ്യതകൾ വിലയിരുത്താൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. സ്ഥാനാർത്ഥി M. സ്വരാജ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ ഇന്നലെ വൈകുന്നേരം തന്നെ പുറപ്പെട്ടിരുന്നു. വലിയ ഭൂരിപക്ഷം നേടാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് UDF-ഉം. LDF UDF വോട്ടുകൾ തങ്ങൾക്ക് ലഭിച്ചുവെന്നാണ് അൻവറിന്റെ ക്യാമ്പ് വിശ്വസിക്കുന്നത്. മണ്ഡലത്തിൽ മികച്ച പ്രകടനം നടത്തിയെന്നാണ് NDAയുടെ വിലയിരുത്തൽ. തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ. എല്ലാ കണക്കുകൂട്ടലും കിഴിക്കലും തിങ്കളാഴ്ച തീരും. അന്ന് നമുക്കറിയാം കൃത്യമായ കണക്ക്. റോഷിപാലും മുബഷിർ P. അക്ബറും നമുക്കൊപ്പം ചേരുന്നുണ്ട് രാവിലെ. വെരി ഗുഡ് മോർണിംഗ് റോഷിപാൽ. രാവിലെ എങ്ങനെയാണ് നിലമ്പൂരിൽ ഇന്നത്തെ അവസ്ഥ? കനത്ത മഴയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലൊക്കെ. പക്ഷേ മഴ മാറി നിന്ന ദിവസം മെച്ചപ്പെട്ട പോളിംഗ് ആണ് ഉണ്ടായത്. ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ നേരിയ കുറവ് മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അത് മുന്നണികളുടെ ചങ്കെടുപ്പും കൂട്ടുമെന്നറിയാം. എന്താണ് റോഷി, UDF ക്യാമ്പിലുള്ള ആത്മവിശ്വാസത്തിന്റെ അളവ് എത്രത്തോളമുണ്ട് റോഷി? അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. നിലമ്പൂരിൽ മാനം പൂർണ്ണമായും തെളിഞ്ഞില്ലെങ്കിലും നേരിയ വെയിൽനാളമുണ്ട്. അതുതന്നെയാണ് UDF-ന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതും. ഇന്നലെ പോളിംഗ് കഴിഞ്ഞപ്പോൾ UDF-ന്റെ നേതാക്കൾ ഒന്നടങ്കം മാധ്യമപ്രവർത്തകരെ കണ്ട ആത്മവിശ്വാസത്തോടെ ഉജ്ജ്വല വിജയമുണ്ടാകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ എത്രത്തോളം വോട്ടിന് വിജയിക്കുമെന്ന കണക്ക് അവിടെ അവർ അക്കമിട്ട് നിരത്തിയിട്ടില്ല. ഏതായാലും ആ കണക്കുകൾ ഇന്നലെ രാത്രിയോടെ പഞ്ചായത്ത് തലത്തിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ട്. അത് ഏകോപിപ്പിച്ചതിന് ശേഷം അവർ ഒരു കണക്ക് പറയും. അത് KPCC നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്യും. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഏത് പ്രതിസന്ധിയും അതിജീവിച്ച് UDF സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും എന്ന് തന്നെയാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടലിന്റെ പ്രധാനപ്പെട്ട കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് നിലമ്പൂരിൽ പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ സർക്കാർ വിരുദ്ധ വികാരം അലയടിച്ചു എന്നാണ്. അതുകൊണ്ടാണ് വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നതും. PV അൻവർ എത്ര വോട്ട് പിടിക്കുമെന്ന് ഒരു പ്രതീക്ഷയും UDF കേന്ദ്രങ്ങൾക്കില്ല. PV അൻവർ പിടിക്കുന്ന വോട്ട് UDF-ന്റേത് മാത്രമാകില്ല. ഏറ്റവും കൂടുതൽ പിടിക്കുക അത് LDF വോട്ടുകളായിരിക്കും എന്ന കണക്കുകൂട്ടലാണ്. UDF-ന് ഒരു ഘട്ടത്തിൽ പോലും ലഭിക്കാത്ത ചില വോട്ടുകൾ അതായിരിക്കാം UDF-ൽ നിന്ന് PV അൻവർ പിടിക്കുക എന്ന ഒരു കണക്കുകൂട്ടലും UDF കേന്ദ്രങ്ങൾക്കുണ്ട്. ഏതായാലും ആത്മവിശ്വാസത്തോടെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തൊട്ടുപിറ്റേന്നുള്ള പകൽ UDF അഭിമുഖീകരിക്കുന്നത്.